താങ്ക് യു ചേട്ടാ. പോകൂ, ആ വഴിക്ക് പോകൂ. പാലക്കാട് അറിയോ? കിട്ടും കിട്ടും കിട്ടും, ധൈര്യമായിട്ട്. അപ്പോൾ എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു വയനാടല്ല. താങ്ക് യു. ഓ, അടുത്താണ്. പാകോളക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വേണ്ട സരസ്മേളയ്ക്ക് വന്നിരിക്കുകയാണ്, ദേശീയ സരസ്മേളയ്ക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് കഴിക്കാനല്ല, നമുക്ക് കുറച്ച് കൂപ്പൺ കൊടുക്കാം അല്ലേ? ചോദ്യം ചോദിച്ച് കൂപ്പൺ കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ജില്ലകളുടെ നമ്മൾ കുറച്ച് ജില്ലകളുടെ പേര് ചോദിക്കും. നമ്മുടെ ജില്ലകളുടെ പേര് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യലും ചോദിക്കും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ചോദിക്കും. ആ സ്പെഷ്യൽ ഏത് ജില്ലയുടെ ആണെന്ന് പറയുന്നവർക്ക് നമ്മളിതേ കൂപ്പൺ കൊടുക്കാൻ പോകും. 100 രൂപയുടെ കൂപ്പൺ. 100 രൂപയ്ക്ക് ലാഭിച്ചായിക്കോട്ടെ അല്ലേ? ബാക്കി ബാങ്കിലൂടെ. അപ്പോൾ നമുക്ക് കാണുന്നവരോടെല്ലാം ചോദ്യം ചോദിക്കും. വാ. അപ്പോൾ നമുക്ക് 3 പേരെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാൽ കൂപ്പൺ തരും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്, സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ഐറ്റം പറയും, അത് ഏത് ജില്ലയാണെന്ന് പറയണം. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ വനസുന്ദരി ഏത് ജില്ല? അപ്പോൾ ഇടുക്കി അട്ടപ്പാടി. അപ്പോൾ ആൻസർ തെറ്റാണ്. എല്ലാവരും പോയി കഴിച്ചു. പോയി അട്ടപ്പാടിക്കാരോട് പോയി ചോദിക്കുക അവർ ഏത് ജില്ലയാണ്. അപ്പോൾ അടുത്താണ്. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചാൽ നമ്മൾ വേണ്ടേ, ഇന്ന് നമ്മുടെ ഇവിടെ നമ്മുടെ കനലിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇവിടെ കനലിൽ ഇവർ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരോട് എല്ലാവരും ചോദിക്കാം. എങ്ങനെ അല്ലേ? ചോദിച്ചാലോ? അപ്പോൾ ഇതുവഴിയാ എൻ്റെ പേരെന്ന് പറഞ്ഞത് രഞ്ജു. അപ്പോൾ രഞ്ജുവേട്ടനോട് ചോദിക്കാം. രഞ്ജുടാ, നമ്മൾ അവിടുത്തെ ഫുഡ് കോർണറിലെ നമ്മുടെ അവിടുത്തെ കൂപ്പണാണ്. അപ്പോൾ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു ഫുഡ് സ്പെഷ്യൽ ഐറ്റം പറയും, അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയാമെങ്കിൽ 100 രൂപയുടെ ഒരു കൂപ്പൺ തരും. അത് ചോദിക്കട്ടെ? അപ്പോൾ പറയുന്ന ഒറ്റ ഇവിടുത്തെ നമ്മുടെ വനസുന്ദരി ചിക്കൻ ഏത് ജില്ലയാണെന്ന് പറയാം? വയനാട് അല്ലല്ല. അപ്പോൾ കനലിൻ്റെ പാട്ടുകാരനുണ്ട്. ചേട്ടാ പേരെന്ന് പറഞ്ഞാൽ? ആദർശ്. അപ്പോൾ ആദർശ് ചേട്ടനും ഉണ്ട്, ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാം. ഇത് അവിടുത്തെ ഫുഡ് കോർണറിലെ നമ്മുടെ കൂപ്പണാണ്. അപ്പോൾ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു സ്പെഷ്യൽ ഐറ്റം പറയും ഫുഡ്, അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയുമെങ്കിൽ നിങ്ങൾക്ക് കൂപ്പൺ തരും. അപ്പോൾ ചോദിക്കട്ടെ? അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ വനസുന്ദരി ചിക്കൻ, അത് ഏത് ജില്ലയാണെന്ന് പറയാമോ? വയനാടല്ല. താങ്ക് യു. അപ്പോൾ കനൽ ബാൻഡുകാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോവാം, അവരെ ശല്യപ്പെടുത്തണ്ട. ക്യാമറമാൻ ബാബോര് ഒന്നിക്കോ പാടാ. അപ്പോൾ ഞങ്ങളൊരു യൂട്യൂബിൽ നിന്ന് വന്നതാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് കോർണറിലെ കൂപ്പണാണ്, 100 രൂപയുടെ കൂപ്പണാണ്. അപ്പോൾ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഒരു കൂപ്പൺ തരും. ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അപ്പോൾ ഇവിടുത്തെ മെയിൻ ഫുഡാണ്, ഒരു ഫുഡ് പറയും, അത് ഏത് ജില്ലയുടെ സ്പെഷ്യലാണെന്ന് പറഞ്ഞെങ്കിൽ കൂപ്പൺ തരും. അപ്പോൾ ചോദിക്കട്ടെ? അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള വനസുന്ദരി ചിക്കൻ ഏത് ജില്ലയാണെന്ന് പറയാം? ഏത് ജില്ലയുടെയാണെന്ന് പറയാം? വനസുന്ദരി ചിക്കൻ ഫേമസ് ഫുഡാണ്, ഇവിടുത്തെ ഫേമസ് ഫുഡാണ്, ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതാണ്. അറിയോ? കേരളത്തിലെ ജില്ലയാണ്. അല്ല. ഉണ്ടോ? ആൻസർ ഇല്ല. മലപ്പുറം. ഇവിടെ പാലക്കാട്. അറിഞ്ഞിട്ട് പറഞ്ഞാണോ? അറിയാതെ പറഞ്ഞാണോ? അറിയാതെ പറഞ്ഞാണോ? അറിയാം. ഇവനെന്തോ ഭാഗ്യമുണ്ട്, നീ പോയൊരു ലോട്ടറിയും കൂടെ എടുത്തോ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കൂപ്പൺ കൊടുക്കുകയാണ് 100 രൂപയുടെ. അപ്പോൾ 100 രൂപയുടെ കൂപ്പൺ ഉണ്ട്, പോയിട്ട് ഇഷ്ടമുള്ള വാങ്ങിച്ച് കഴിച്ചോ, ബാക്കി ബാങ്കിലോട്ട്. അപ്പോൾ 3 പേരെ കിട്ടിയിട്ടുണ്ട്. 100 രൂപയുടെ കൂപ്പണാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു സ്പെഷ്യൽ ഐറ്റം, ഒരു ഫുഡ് പറയും, അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂപ്പൺ തരും. ചോദിക്കട്ടെ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് വനസുന്ദരി ചിക്കൻ, അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയാമോ? പാലക്കാടോ? അല്ല, മലപ്പുറം. കണ്ണൂരാണോ? ഉണ്ടോ? എന്തായാലും ഉണ്ടോ? കേരളത്തിലെ തന്നെയാണോ? കോഴിക്കോട് ഉറപ്പിച്ചോ? ആണെന്ന് തോന്നുന്നു. കോഴിക്കോടല്ല, പാലക്കാടായിരുന്നു. യൂട്യൂബിന് ഭാഗമായിട്ട് വന്നോ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ ഒരു 2 സ്പെഷ്യൽ ഐറ്റം പറയും, അത് ഏതൊക്കെ ജില്ലയാണെന്ന് പറയുകയാണെങ്കിൽ സാറിന് ഒരു 100 രൂപയുടെ ഫുഡിൻ്റെ കൂപ്പൺ തരും. ചോദിക്കട്ടെ? അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള വനസുന്ദരി ചിക്കൻ ഏത് ജില്ലയാണോ? പാലക്കാട്. പിന്നെ തുർക്കി പത്തിരി ഏത് ജില്ലയുടെ ആണോ? വയനാട്. സാർ? കോഴിക്കോട്. അപ്പോൾ 2 പേർ കൂടെ ഒന്നിച്ചാണ് 100 രൂപയുടെ. നമ്മുടെ വനസുന്ദരി പാലക്കാടും നമ്മുടെ തുർക്കി പത്തിരി കോഴിക്കോടുമാണ്. അപ്പോൾ താങ്ക് യു സാർ. ചേച്ചി ഒരു യൂട്യൂബിൽ നിന്ന് വരികയാണ്. യൂട്യൂബിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ 100 രൂപയുടെ ഒരു കൂപ്പൺ, ഫുഡ് കൂപ്പൺ ഉണ്ട്. പറയട്ടെ? ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ?
നമ്മുടെ അവിടെ ഫുഡ് കോർട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഫുഡാണ്. അപ്പോൾ ആ ഫുഡ് പറയും, അത് ഏത് ജില്ലയുടെ സ്പെഷ്യലാണെന്ന് പറയാമെങ്കിൽ കൂപ്പൺ കിട്ടും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ചോദിക്കട്ടെ കയറിയുന്നു. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് വനസുന്ദരി ചിക്കൻ. അത് ഏത് ജില്ലയുടെ സ്പെഷ്യലാണെന്ന് പറയാം. വയനാടാണോ? വയനാടാണോ? അവിടെ വയനാടാണോ? അറിയില്ല, വയനാടല്ല. താങ്ക് യു. അപ്പോൾ ദേ നമ്മുടെ ചെങ്ങന്നൂർ ഇത്രയും വലിയൊരു പരിപാടി വരാനായിട്ട് നമുക്ക് ഈ ഫുഡൊക്കെ കഴിച്ച് നോക്കാനും ഒക്കെ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനും ഒക്കെ നമുക്ക് കാരണക്കാരനായിട്ടുള്ള നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ സ്വന്തം സജി ചെറിയാനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സജി ചെറിയാനോട് ചോദിച്ചു നോക്കാം, സാറിനോട് ചോദിച്ചു നോക്കാം. സാറേ, ഞാൻ 2 ചോദ്യം ചോദിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങൾ 100 രൂപയുടെ ഒരു കൂപ്പൺ തരും. അപ്പോൾ ചോദിച്ചോട്ടെ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു ജില്ലയുടെ സ്പെഷ്യൽ പറയും, അത് ഏത് ജില്ലയാണെന്ന് പറയണം. നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ വനസുന്ദരി ചിക്കൻ, അത് ഏത് ജില്ലയാണെന്ന് പറയാം. പാലക്കാട്. അപ്പോൾ പാലക്കാട്. നമുക്ക് ഇവിടുത്തെ എല്ലാ ഫുഡിനെ പറ്റി സാറിന് കറക്റ്റായിട്ട് അറിയാം, എല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങളിത് 100 രൂപയുടെ ഒരു കൂപ്പൺ, ഞങ്ങളുടെ ചെറിയൊരു സംഭവം കിട്ടും ധൈര്യമായിട്ട്. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറഞ്ഞേര്. അപ്പോൾ എല്ലാവരും പോയി ഭക്ഷണം കഴിക്കണം കേട്ടോ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാം നല്ല രുചികരമായ ഭക്ഷണമാണ് സരസ് മേളയോടനുബന്ധിച്ച് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും എത്തണം, എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും എത്തും. സൈച്ചറിയാൻ ഇത്ര വലിയൊരു പരിപാടി ഇവിടെ നടത്തുകയാണ്. അപ്പോൾ താങ്ക് യു സാർ. ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ്. ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉത്തരം പറയുകയാണെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു 100 കൂപ്പൺ തരും. ചോദിക്കട്ടെ, ഇവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം അത് ഏത് ജില്ലയുടെയാണെന്ന് പറയണം. ഒരു ഫുഡ് ഐറ്റം പറയാം, അത് ഏത് ജില്ലയുടെ ഫുഡാണെന്ന് പറയണം. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതാണ് വനസുന്ദരി ചിക്കൻ, അത് ഏത് ജില്ലയുടെയാണെന്ന് പറയണം. വയനാടല്ല, പാലക്കാട് ജില്ലയുടെ. അപ്പോൾ എല്ലാവരും ഒരേ കളറുടെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. ചേച്ചിമാരെ, ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഉത്തരം പറയുകയാണെങ്കിൽ 100 രൂപയുടെ ഒരു ഫുഡ് കൂപ്പൺ തരാം. ചോദിക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ഒരു 2 സ്പെഷ്യൽ ഐറ്റം പറയും, അത് ഏതൊക്കെ ജില്ലകളുടെ ആണെന്ന് പറയാമെങ്കിൽ 100 രൂപയുടെ ഒരു കൂപ്പൺ തരും. അപ്പോൾ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് വനസുന്ദരി ചിക്കൻ, അത് ഏത് ജില്ലയുടെ ആണെന്ന് അറിയാമോ സ്പെഷ്യൽ? വനസുന്ദരി ചിക്കൻ ഇവിടുത്തെ സ്പെഷ്യലാണ്, അത് ഏത് ജില്ലയാണെന്ന്. വയനാടല്ല, വേറെന്തെങ്കിലും ഓപ്ഷൻ ആർക്കെങ്കിലും അറിയാം? ആർക്കെങ്കിലും ഏതെങ്കിലും ഉറപ്പിച്ച് പറ. വയനാട് ഉറപ്പിച്ച വയനാടല്ല, പാലക്കാടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി ഉറപ്പോടെ പാലക്കാട് പറഞ്ഞു. എന്തായാലും പറയുമ്പോൾ ഉറപ്പോടെ പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു. ശരി, വരുവാണേ. അപ്പോൾ ഒരു 2 ചോദ്യം ചോദിക്കാം. 2 ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ 100 രൂപയുടെ കൂപ്പൺ തരും. ചോദിക്കട്ടെ. 100 കാണാൻ വയ്യേ? കണ്ണൊന്നും കാണുന്നില്ല. അപ്പോൾ ചോദ്യം ചോദിക്കാം. നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം പറയും, അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയണം. അപ്പോൾ 2 ചോദ്യം ചോദിക്കും. കയറിയില്ല, സാരമില്ല, അങ്ങോട്ട് കയറിയില്ലല്ലോ. അപ്പോൾ വനസുന്ദരി ചിക്കൻ ഇവിടുത്തെ ഫേമസ് ആണ്, അത് ഏത് ജില്ലയുടെ? വയനാടാണോ? കോഴിക്കോട് അല്ല. അപ്പോൾ കുറേ സംഘാടകർ നിൽക്കുന്നുണ്ട്, നമുക്ക് ഇവരോട് ചോദ്യം ചോദിക്കാം. ചേട്ടാ, ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉത്തരം പറയുകയാണ് നമ്മുടെ ഫുഡ് കോർട്ടിലെ ഒരു കൂപ്പൺ തരും ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം ചോദിക്കും, അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയണം. ചോദിക്കട്ടെ. അപ്പോൾ നമ്മുടെ വനസുന്ദരി ചിക്കനാണല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ വനസുന്ദരി ചിക്കൻ ഏത് ജില്ലയുടെ ആണെന്ന് പറയാം. പാലക്കാട്. ഇവരൊക്കെ അറിവുള്ള ആളുകളാണ്. അപ്പം പാലക്കാട് ശരി ഉത്തരമാണ്. അപ്പോൾ നമുക്ക് ഒരു കൂപ്പൺ കൊടുക്കാം. അപ്പോൾ 100 രൂപയുടെ ഒരു കൂപ്പൺ അതും കൊണ്ടുപോയി. ഇനിയില്ല ഓർമ്മയുള്ളൂ, എനിക്ക് മതിയായി. അഘോരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ടെക്നീഷ്യന്മാരുണ്ട്. അപ്പോൾ നമുക്ക് ആരോട് ചോദിക്കാം. ഹലോ ചേട്ടാ, ഹലോ. ഭയങ്കര പണിയാട്ടോ. നിങ്ങൾ എവിടുത്തുകാരാ? ആലപ്പുഴ എവിടെ? കിടങ്ങാമ്പരം. ഇതിന്റെ വർക്കല്ലേ? പണി കഴിയാറായോ? ഞങ്ങള് ഒരു യൂട്യൂബിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിക്കാനുള്ള കൂപ്പണാണ്, 100 രൂപയുടെ കൂപ്പണാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഫുഡ് ഐറ്റം പറയും, സ്പെഷ്യൽ ഐറ്റം, അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയണം. ആ ജില്ലയുടെ ആണെന്ന് പറയാമെങ്കിൽ എന്താ പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വനസുന്ദരി ചിക്കനാണ്. ആ വനസുന്ദരി ചിക്കൻ ഏത് ജില്ലയുടെ സ്പെഷ്യലാണെന്ന് പറയാമോ? അട്ടപ്പാടിയുടെ ആണ്, അട്ടപ്പാടിക്കാരാണ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും അട്ടപ്പാടി ഒരു ജില്ലയല്ലല്ലോ. പത്തനംതിട്ട. വേറെ ഇവിടെ എന്തെങ്കിലും ഓപ്ഷൻ? ഒന്നും അടിച്ചുകൂടെ. ലോട്ടറി അടിക്കുന്നുള്ള ലോട്ടറി അടിക്കുന്നുള്ള അങ്ങടി. പാലക്കാട്.
പാലക്കാട് കറക്റ്റ് ഉത്തരവാണ്. ലോട്ടറി എടുത്താൽ ഇപ്പോൾ അടിക്കും, അമ്മാര് സാധനമാണ്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? സന്തോഷം. നമ്മളൊക്കെ ട്രൈ അഗൈൻ കം അഗൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കൊടുത്തേക്കാം. പിന്നെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് 100 രൂപയുടെ ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോൾ ഞങ്ങളുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. പാഗോ വ്ളോഗ്സ്. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ രണ്ടുപേര് കിളി മാറി കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരോട് ചോദിക്കാം, മോളെ ഇത് അവിടെ ഫുഡ് കഴിക്കാനുള്ള 100 രൂപയുടെ കൂപ്പണാണ്. അപ്പോൾ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉത്തരം പറയുകയാണെങ്കിൽ കൂപ്പൺ തരും. ചോദിക്കട്ടെ? അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം ചോദിക്കും, ഒരു ഫുഡ് ഐറ്റം ചോദിക്കും. അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയണം. ചോദിച്ചേക്കട്ടെ? അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് വനസുന്ദരി ചിക്കൻ. അതിനകത്തോട്ട് കയറിയായിരുന്നോ? അപ്പോൾ വനസുന്ദരി ചിക്കൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. വനസുന്ദരി ചിക്കൻ ഏത് ജില്ലയുടെ സ്പെഷ്യൽ ഐറ്റം ആണെന്ന് ഒന്ന് ഗസ് ചെയ്യാമോ? സുന്ദരി പാലക്കാട് പറഞ്ഞ് നമ്മുടെ അവസാനത്തെ കൂപ്പണായിട്ട് പോയിക്കാണ്. ഇന്ന് പാലക്കാട് പറഞ്ഞ് നമ്മുടെ ഒന്ന് കൂപ്പൺ വാങ്ങിച്ചവരെല്ലാവരും ഇതുപോലെ ലോട്ടറി അടിച്ച ആൾക്കാരാണ്. ഇതിനു മുമ്പ് പാലക്കാടാണെന്ന് വല്ല അറിയാം. ഇതിന് വനസുന്ദരി ഇല്ല. എല്ലാവർക്കും ഭാഗ്യമാണ്, നമുക്ക് മാത്രം ഭാഗ്യമില്ല. അപ്പോൾ ഇത് കൊടുത്തേക്കാം. അപ്പോൾ അകത്തോട്ട് പോയില്ലല്ലോ. അപ്പോൾ അകത്ത് പോയിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും ഒക്കെ ഉണ്ട് ഫുഡ്. അപ്പോൾ 100 രൂപയ്ക്ക് കിട്ടുന്നത് വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അതെ, നമ്മൾ പിന്നെയും 2 കൂപ്പണോടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതോടെ തീർത്തിട്ട് വരാം. കമാൻ. അപ്പോൾ ചേച്ചി, ഞങ്ങൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് വരെയാണ്. ഞങ്ങൾ 2 ചോദ്യം ചോദിക്കുകയാണ്. അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ആ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു 100 രൂപയുടെ കൂപ്പൺ തരും. ചോദിക്കട്ടെ? അപ്പോൾ ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം ഫുഡ് പറയും. ആ ഫുഡ് ഏത് ജില്ലയുടെ ആണെന്ന് പറയണം. 2 പേര് ഇട്ടിട്ട് ഓടി. അപ്പോൾ ചോദിക്കട്ടെ? അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് വനസുന്ദരി ചിക്കൻ. അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയണം. വയനാട്. അല്ലല്ല, പാലക്കാട്. താങ്ക് യു. ചേട്ടാ അപ്പോൾ ഒരു സംഘാടന കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു ചോദ്യം ചോദിക്കാം. അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങൾ 100 രൂപയുടെ ഒരു കൂപ്പൺ തരും. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഞങ്ങൾ ചോദിക്കും. ആ ഐറ്റം ഏത് ജില്ലയുടെ ആണെന്ന് പറയണം. ചോദിക്കട്ടെ? ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് വനസുന്ദരി ചിക്കൻ. അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയാമോ? വയനാട് അല്ല, പാലക്കാടാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മളെ ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ സ്പെഷ്യൽ ഐറ്റം പറയും. അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങളൊരു 100 ഒരു കൂപ്പൺ തരും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞിരിക്കും. ഇവിടെ ആരൊക്കെയോ പോയി ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലൈവല്ല, ആരൊക്കെയോ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ തുർക്കി പത്തിരി എവിടത്തെയാണ്? തുർക്കി പത്തിരി മലപ്പുറം അല്ല. ഈ പാലക്കാട് ആരാ പറഞ്ഞു തന്നെ? ഓക്കെ. അപ്പോൾ യൂണിഫോം ഒക്കെ ഇട്ട് ഒരു കൂട്ടം ആളുകളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കാം. ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം പറയും, ഫുഡ് ഐറ്റം പറയും. അത് ഏത് ജില്ലയുടെ ആണെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപയുടെ ഒരു കൂപ്പൺ തരും. ചോദിക്കട്ടെ? അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് വനസുന്ദരി ചിക്കൻ. അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയാമോ? അട്ടപ്പാടി ജില്ലയാക്കിയില്ലേ? അട്ടപ്പാടി ജില്ലയാക്കുമ്പോൾ അല്ലല്ല, പാലക്കാടാണ്. താങ്ക് യു. യൂട്യൂബിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് ശരിയായിട്ട് ഉത്തരം പറഞ്ഞാൽ 100 രൂപയുടെ ഒരു കൂപ്പൺ തരും, ഫുഡ് കൂപ്പൺ. ചോദിക്കട്ടെ? അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം പറയും, ഒരു ഫുഡ് ഐറ്റം പറയും. അത് ഏത് ജില്ലയുടെ ആണെന്ന് പറയണം. ഇവിടുത്തെ. അപ്പോൾ ചോദിക്കാം, ഈ നമ്മുടെ വനസുന്ദരി ചിക്കൻ അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഏത് ജില്ലയിലാണെന്ന് പറയാം. ഏതാ? വനസുന്ദരി ചിക്കൻ കോഴിക്കോട്, മലപ്പുറം, കോട്ടയം.
കോട്ടെ ഇവന്മാരെല്ലാം 14 ഇപ്പോൾ പറയും, ഇപ്പം പറഞ്ഞു തീർക്കും. 15 16 ഒക്കെ പറയാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം പറഞ്ഞ ഒന്നുമല്ല, പാലക്കാടാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ചേട്ടാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു യൂട്യൂബ് ചാനൽ ഒന്നാണ്. അപ്പോൾ കൈയൊക്കെ ഒടിഞ്ഞ് ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ആൻസർ പറയുകയാണെങ്കിൽ 100 രൂപയുടെ ഒരു അറിയാവുന്ന സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡ് ഐറ്റം പറയും, അത് ഏത് ജില്ലയുടെയാണെന്ന് പറയണം. അപ്പോൾ ഏത് ജില്ലയുടെയാണെന്ന് ചോദിക്കട്ടെ. ചേട്ടനോട് ചോദിക്കട്ടെ. ചേട്ടൻ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് വനസുന്ദരി ചിക്കൻ ഏത് ജില്ലയുടെയാണെന്ന് പറയാമോ? വയനാടല്ല. താങ്ക് യു ചേട്ടാ. പോകൂ, ആ വഴിക്ക് പോകൂ. പാലക്കാട് ജില്ല. അപ്പോൾ രണ്ടുപേരെ ചേച്ചി എന്നാ മോളെ എന്നാ അമ്മച്ചി, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ക്വസ്റ്റ്യന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ 100 രൂപയുടെ ഒരു കൂപ്പൺ തരും, ഫുഡ് കൂപ്പൺ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം പറയാം, അത് ഏത് ജില്ലയുടെയാണെന്ന് പറയണം. വനസുന്ദരി ചിക്കൻ അട്ടപ്പാടി ജില്ലയല്ല. അത് 15ാമതൊരു ജില്ല. വയനാടും അല്ല. അപ്പം താങ്ക് യു. ഉത്തരം അറിയാൻ തിരിഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ആൻസർ പറഞ്ഞാൽ 100 രൂപയുടെ ഒരു ഫുഡ് കൂപ്പൺ തരും. ചോദിക്കട്ടെ. ഓക്കെ. എല്ലാവരും ഓടി, ചുറ്റും നിന്നവരൊക്കെ ഓടി. അപ്പോൾ ചേട്ടനോട് തന്നെ ചോദിക്കാം, ചേട്ടൻ ധൈര്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡ് ഐറ്റം പറയാം, അത് ഏത് ജില്ലയുടെയാണെന്ന് പറയണം. വനസുന്ദരി ചിക്കൻ ഏത് ജില്ലയുടെയാണ്? വനസുന്ദരി ചിക്കൻ വയനാടല്ല, പാലക്കാട്. താങ്ക് യു ചേട്ടാ. ഓക്കെ. അപ്പോൾ നമ്മുടെ കമ്പനിക്കാരൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ 100 രൂപയുടെ ഒരു കൂപ്പൺ തരും. അപ്പോൾ ഒരു ഐറ്റം പറയാം, ഫുഡ് ഐറ്റം പറയും. ആ ഫുഡ് ഐറ്റം ഏത് ജില്ലയുടെയാണെന്ന് പറയാം. ചോദിക്കട്ടെ. വനസുന്ദരി ചിക്കൻ കേട്ടിട്ടുണ്ടോ? വനസുന്ദരി ചിക്കൻ ഏത് ജില്ലയുടെയാണ്? നിങ്ങളെപ്പോഴും കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരല്ലേ? അറിയോ? ഏതെങ്കിലും ഒരു ജില്ല കാണിച്ചു. അട്ടപ്പാടി ജില്ലയാണോ? പാലക്കാട് ജില്ല. ലോട്ടറി പാലക്കാട് ജില്ലയാണ്. അപ്പോൾ പാലക്കാട് ജില്ലയാണ്. ഒരു കൂപ്പൺ. ഓക്കെ, രണ്ടുപേരുടെ വന്നല്ലേ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ വക ഒരു സമ്മാനം പോയി കഴിച്ചു. അപ്പോൾ ശരിയല്ല. അപ്പോൾ നമ്മുടെ കയ്യിലെ കൂപ്പണുകളെല്ലാം തീർന്നിരിക്കുകയാണ് ഗൈസ്. തീർന്നതല്ല തീർത്തതാണ്. അപ്പോൾ എല്ലാവരും ആൻസർ പറഞ്ഞ് നമ്മുടെ കയ്യിലെ കൂപ്പൺ എല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഇനി കൂപ്പൺ വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല, പൈസ നഹി. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ അല്ല, നമ്മളിപ്പം പറഞ്ഞ സ്പെഷ്യൽ മാത്രമല്ല, അനവധി സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് നമ്മുടെ ഫുഡിൻ്റെ ഇടം, അതാണ് ആ ഇടം. അവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കഴിയുന്നതിന് മുമ്പായിട്ട് ഓടി വന്ന എല്ലാ സ്പെഷ്യലും സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും എല്ലാം സ്പെഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കമാൻ. അപ്പോൾ ക്യാമറമാന് വേണ്ടിയുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുപോവാണ്. നല്ല തിരക്കാണ്. ചേച്ചി ഒന്ന് മാറോ പ്ലീസ്. എക്സ്ക്യൂസ് മീ ചേച്ചി, ഞാൻ ഇപ്പോൾ താഴെ പോകും. ഞാൻ പറയുന്ന ഏത് ഫുഡും മേടിച്ചു തരുമോ? നീ പറയുന്ന ഏത് ഫുഡും വാങ്ങിച്ചു തരും. എനിക്കൊരു 10 രൂപയ്ക്ക് താഴെയുള്ള ഏത് ഫുഡും. പൈസ നഹി, പൈസ എല്ലാം നാട്ടുകാർ കൊണ്ടുപോയി. കപ്പലണ്ടി മുട്ടായി ആണോ നീ ഉദ്ദേശിച്ചത്? ഇല്ല മോന് വയറ് നിറച്ച് കോഴി ബിരിയാണി വാങ്ങിച്ചു തരാം. മലപ്പുറത്തിൻ്റെ കോഴിക്കോടിൻ്റെ ഐറ്റം. ചുമ്മാ പറ്റില്ല, വാങ്ങിച്ചു കൊടുക്കും. വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവന്റെ കമന്റ് നോക്കിയാൽ മതി, വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും കൺട്രോൾ ചെയ്തേക്കെ. ഇന്ന് എന്തോ ഫുഡ് എന്താ വേണ്ട പറഞ്ഞോ? ഏത് സ്പെഷ്യലാണ്? ഏത് ജില്ലയുടെ സംസ്ഥാനം? നീ പറയുന്ന ഫുഡ് എനിക്ക് വാങ്ങിച്ചു തരും. നമ്മുടെ ക്യാമറ നിയന്ത്രിച്ചവനാണ്. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ടേ ഗൈസ്? ഫുഡ് എന്തായാലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. ബഡ്ജറ്റ് ഒന്ന് ആലോചിക്കട്ടെ, നല്ല കൂടിയ ബഡ്ജറ്റ് ഏത് കൗണ്ടറാണെന്ന് പറയരുത്. വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവന് വാങ്ങിച്ചു കൊടുത്ത് ഇവന് പള്ള നിറച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, ബൈ ബൈ, സീ യു.